ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് കേട്ടിട്ടുണ്ട്. സിറിയയിൽ വിമതസേന വന്നപ്പോൾ പ്രസിഡന്റ് ഓടിപ്പോയി. ഇതിനിടയ്ക്ക് ഇസ്രയേൽ സിറിയയുടെ നല്ലൊരു ശതമാനം ഭൂമി പിടിച്ചെടുത്തു എന്ന് കേൾക്കുന്നു. അതായത് നെതന്യാഹു പറഞ്ഞു അവിടെ ഒരു 50 വർഷമായിട്ടുള്ള ഒരു ഡീമിലിറ്ററൈസ്ഡ് ഏരിയ ഉണ്ട്, 10 കിലോമീറ്ററോളം. അത് കയറി പിടിച്ചെടുക്കാൻ പറഞ്ഞു. എയർഫോഴ്സിൻ്റെ ഷാൽദാഗ് യൂണിറ്റ് അങ്ങോട്ട് കടന്നു കയറി 10 കിലോമീറ്റർ സ്ഥലം ഇസ്രയേൽ പിടിച്ചെടുത്തു സിറിയയുടെ. അത് മാത്രമല്ല, അവിടുത്തെ ആയുധ നിർമ്മാണശാലകൾ, ജനങ്ങൾക്ക് നേരെ പോലും രാസായുധം പ്രയോഗിച്ചിട്ടുണ്ട് ഇയാൾ, ഈ മുൻ പ്രസിഡന്റ് അസദിൻ്റെ രാസ ആയുധ ശേഖരണം സംഭരണശാലകൾ ഒക്കെ ഇസ്രയേൽ ആക്രമിച്ച് തകർത്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ യുദ്ധത്തിനിടയ്ക്ക് ചുളുവിന് ഇസ്രയേൽ കയറി 10 കിലോമീറ്ററോളം ഏറിയ ബഫർ സോൺ ആയിരുന്ന സ്ഥലം മുഴുവൻ പിടിച്ചെടുത്തു. അതെ, അതായത് 1967 6 ദിവസത്തെ യുദ്ധം, 6 days വാർ എന്ന് പറയുന്നത് നടന്നിരുന്നു സിറിയയുമായിട്ട്. അതിൽ പിടിച്ചെടുത്തതാണ് സിറിയയുടെ ഭാഗമായിരുന്ന ഗോലാൻ ഹൈറ്റ്സ്, ഗോലാൻ കുന്നുകൾ. ആ ഗോലാൻ കുന്നുകളിൽ ഈ 67 യുദ്ധത്തിൽ 2/3 ഭാഗം ഗോലാൻ കുന്നിൻ്റെ പിടിച്ചിരുന്നു. ബാക്കി ഒരു ഭാഗം കൂടി ഇന്നലെ നെതന്യാഹു പറഞ്ഞിട്ട് ഇപ്പൊ ഇസ്രയേൽ മുതലേ പറയാറുണ്ടായിരുന്നു ഗോലാൻ കുന്ന് തിരിച്ചു വേണമെന്ന്. ഇപ്പൊ കംപ്ലീറ്റ് ഇസ്രയേലിന്റെ കയ്യിലായി. അപ്പോൾ നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, ഇത് താൽക്കാലികമാണ് എന്ന് കരുതാം ഇത് കരുതേണ്ടവർക്ക് കരുതാം എന്ന് മാത്രമാണ്, പ്രതീക്ഷിക്കേണ്ടവർക്ക് പ്രതീക്ഷിക്കാം. അതെ, ഈ ബഫർ സോൺ സൈനിക രഹിത കരുതൽ മേഖല എന്ന് പറയാം. ബഫർ സോൺ അത് മുഴുവൻ പിടിച്ചിട്ടുണ്ട്. അസദ് പോയപ്പോൾ ഈ നെതന്യാഹു പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അസദ് സ്ഥലം വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സിറിയയുമായിട്ട് 1974 ഉണ്ടാക്കിയ ഉടമ്പടി ഗോലാൻ കുന്നിനെ സംബന്ധിച്ച് അത് ഇല്ലാതായി, തകർന്നുപോയി. ആ ഭരണകൂടം പോയി, ഭരണകൂടമായിട്ടാണ് കരാറുണ്ടായിരുന്നത്. അതെ, ഞങ്ങള് എനിക്കിടെ കൂടെ ഇയാളാണല്ലോ ഒപ്പിട്ടത്. അസദില്ല. അതെ, മലയാളത്തിൽ അസത്ത് എന്നും പറയും, അങ്ങനെ ഒരു വാക്കില്ല, അസത്തായി പോയി. അതെ. അപ്പോൾ IDF-നോട് ബഫർ സോണിൽ പ്രവേശിക്കാൻ നെതന്യാഹു ഉത്തരവിട്ടു. കുറച്ച് ദിവസമായിട്ട് നോക്കിയിരിക്കുകയായിരിക്കുമല്ലോ. ഈ ആലപ്പോ വീഴുന്നു, ഹോം വീഴുന്നു, പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഒരു അടക്കം പറച്ചിലുണ്ട് ഈ ആക്രമണത്തിന് പിന്നിൽ. ഇപ്പോൾ ഇപ്പോഴത്തെ വിമത HTS-ന്റെ ആളുകളെ അമേരിക്ക ഭീകരസംഘടനയായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയും ഇസ്രയേലും ആണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ വിമതൻ ഈ സംഘടനയുടെ കൂടെ അല്ല തുർക്കി മറ്റ് വിമത സംഘടനയുടെ കൂടെയാണ്. ഇതിന്റെ കൂടെ അമേരിക്കയും ഇസ്രയേലും ഒക്കെ സഹായിച്ചു എന്നാണ് പറയുന്നത്. അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അടുത്തുള്ള കമാൻഡിങ് പൊസിഷൻസ് അതിലൊക്കെ ഇസ്രയേൽ കയറി കഴിഞ്ഞു. അല്ല, ഇവർ ചെന്നപ്പോൾ ഇസ്രയേൽ ഭടന്മാർ പറയുന്നത്, ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒന്നും സിറിയൻ പോസ്റ്റുകളൊന്നും ഒരു പട്ടാളക്കാരനും ഉണ്ടായിരുന്നില്ല, എല്ലാം കാലിയായിരുന്നു. അത് ഈ വിമതസേന വന്നപ്പോഴും ഇസ്രയേൽ പട്ടാളം പ്രതിരോധിച്ചില്ല, സിറിയൻ പട്ടാളം പ്രതിരോധിച്ചില്ല. അപ്പൊ ഗോലാനിലെ ഇസ്രയേൽ അധിനിവേശ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ പോയി കഴിഞ്ഞു, സേനയൊന്നുമില്ല. വിമതസേന ഞങ്ങളുടെ ഭാഗത്തൊന്നും കടക്കണ്ട എന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഗോലാൻ കുന്നിന്റെ ഈ പ്രദേശത്തേക്കൊന്നും ഈ ജുലാനിയും കൂട്ടരൊന്നും വരേണ്ടതില്ല, ഞങ്ങള് ചുട്ടുകളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഫർ സോണിൽ ഈ ഒരു പ്രവിശ്യ, സിറിയയുടെ ഗുനൈത്ര എന്ന് പറഞ്ഞ പ്രവിശ്യക്ക് ഭാഗങ്ങളുണ്ട്, ഗോലാനിലേക്കും കൂടി കടന്നിരിക്കുന്നതാണ്. അതുമൊക്കെ ഇസ്രയേൽ പിടിച്ചു. അപ്പോൾ ആ ഗോലാൻ കുന്ന് ഏതാണ്ട് മുഴുവൻ ഇസ്രയേൽ പിടിച്ചു. അവിടുന്ന് ഒക്കെ ഈ പ്രവിശ്യയിൽ, ഗുനൈത്ര പ്രവിശ്യയിൽ നിന്ന് സിറിയൻ സേന പിൻവാങ്ങി. ചിലപ്പോൾ ഗോലാൻ കുന്ന് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഗുനൈത്ര പ്രവിശ്യ കുറച്ചധികം കൂടി കയറാനാണ് സാധാരണഗതിയിൽ പട്ടാളങ്ങൾ സാധ്യതയുള്ളത്. പട്ടാളങ്ങൾ അങ്ങനെയാണ് ചെയ്യുക ലോകത്ത്. എന്നിട്ട് വല്ല വെടിനിർത്തലും വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിൻവാങ്ങിക്കോളാം. ഗോലാൻ കുന്ന് മുഴുവൻ കൈവശം. ഗോലാൻ കുന്ന് പൂർണ്ണമായും തങ്ങളുടെ അധീനതയിൽ ഉണ്ടാവുക എന്നുള്ളത് ഇസ്രയേലിന്റെ എക്കാലത്തെയും ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. അതിന്റെ കാര്യം പറയാം. ഈ മേഖലയിലെ ഗ്രാമങ്ങളിലുള്ളവരൊന്നും സ്ഥലം വിടേണ്ടതില്ല എന്ന് IDF പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളൊക്കെ അവിടെ ഇരുന്നോ. വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പല മാറ്റങ്ങളും ഗോലാൻ കുന്നുകളിൽ ഉണ്ടായിട്ടുണ്ട്. 1967 പിടിച്ചു. 1981 ഏകപക്ഷീയമായിട്ട് ഗോലാൻ കുന്നുകൾ ഇസ്രയേലിന്റെ ഭാഗമായിട്ട് ചേർത്തു, അനക്സ് ചെയ്തു. അവിടെ കൗൺസിലൊക്കെ ഉണ്ട്, ഭരണത്തിന് പ്രത്യേക കൗൺസിലുണ്ട്,
പിന്നെ ഗോലാൻ ഹൈറ്റ്സ് ലോ 1981 പാസ്സാക്കി ഇസ്രയേൽ. എങ്ങനെയാണ് ഇസ്രയേൽ ഭരിക്കുക ആ ഭാഗം എന്നുള്ളതിന്. ഇത് UN എതിർത്തിട്ടുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ചരിത്ര നിമിഷമാണ് ഇത് എന്ന് നെതന്യാഹു പറഞ്ഞു. ഇസ്രയേൽ സംഭവിച്ചത് ഈ അസദ് പോയല്ലോ, ഇവർക്ക് ഗോലാൻ കുന്നിൽ കയറാനും പറ്റി, അവരെ സംബന്ധിച്ച് ചരിത്ര നിമിഷമാണ്, മുഴുവൻ കിട്ടിയല്ലോ. ഡമാസ്കസിലെ പീഡനം തീർന്നു, വലിയ അവസരമാണ്, കുറച്ച് അപകടവും ഇതിലുണ്ട് എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഇറാനെതിരെയും ഹിസ്ബുല്ലയ്ക്കെതിരെയും ഞങ്ങൾ നടത്തിയ ആക്രമണത്തിന്റെ പരിണതഫലമാണ്. തീർച്ചയായും ഇറാൻ ക്ഷീണിച്ചു, ഇറാന്റെ പ്രോക്സിയായി ഹിസ്ബുള്ള ക്ഷീണിച്ചപ്പോൾ സിറിയ വീണു. അതെ, സിറിയ വീണു. സിറിയയെ സഹായിക്കാനായിട്ട് ആരുമില്ല. റഷ്യക്ക് യുക്രൈനിന്റെ കാര്യങ്ങൾ നോക്കാണ്ട്, ഇറാന് കയ്യിൽ മിസൈലൊന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. പിന്നെ ഹിസ്ബുല്ല ആണെങ്കിൽ തകർന്നുപോയി, ഒന്നും ചെയ്യാനില്ല. അങ്ങനെയാണ് സിറിയ വീഴുന്നത്, ഇവർക്ക് ഗോലാനിലേക്ക് കയറാനും പറ്റുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ സഹായഹസ്തം നീട്ടാം ഇനി വരുന്ന ഭരണകൂടത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഫർ സോണിലെ സിറിയൻ മേഖല പിടിച്ചിട്ടുള്ളത് താൽക്കാലികം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം ഗോലാൻ കുന്നുകളിൽ നിന്ന് ഇനി പോകുന്ന കാരണം അവിടെ ഇനി ഇസ്രയേലിലെ കൊണ്ടുവന്ന് ഇപ്പൊ കുറെ സ്ഥലത്ത് 32 സ്ഥലത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. സിറിയയിലെ പുതിയ ഭരണസമിതി ഈ സമാധാനം ഉണ്ടാക്കുമോ എന്നൊക്കെ ഞങ്ങൾ നോക്കട്ടെ എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്രാധാന്യം പറയാം. ഗോലാൻ കുന്ന് സിറിയക്ക് തെക്ക് പടിഞ്ഞാറാണ് ഗോലാൻ കുന്നുകൾ. തെക്ക് യാർമുക്ക് നദി ആണ് തെക്ക് ഭാഗത്ത്, ഗോലാന്റെ ഗലീലി നദിയാണ് പടിഞ്ഞാറ് ഭാഗത്ത്, വടക്ക് ഹെർമോൺ മൗണ്ടൻ മലയാണ്. അതില് ഈ 2/3 ഭാഗം ഇസ്രയേലിന്റെ കയ്യിലുണ്ടായിരുന്നു ഗോലാൻ കുന്നിന്റെ. ബാക്കി 1/3 കൂടി ഇപ്പോ കൈവശമായി, മുഴുവനായിട്ട് കയ്യിൽ വന്നു. പടിഞ്ഞാറ് ഭാഗത്തെ 2/3 ഉണ്ടായിരുന്നത്, ഇപ്പൊ കിഴക്ക് ഭാഗത്തെ 1/3 കൂടി കിട്ടി. അങ്ങനെ മുഴുവനും കിട്ടി. 1981 ഗോലാൻ ഹൈറ്റ്സ് ലോ നെസറ്റ് പാസ്സാക്കി പാർലമെന്റ്. അവിടെ 266 ചതുരശ്ര കിലോമീറ്റർ ആണ് മുഴുവനായിട്ട് കിട്ടുക ഗോലാൻ ഹൈറ്റ്സിൽ വരുമ്പോൾ. 2018 ജൂലൈയിലാണ് സിറിയയ്ക്ക് കിഴക്ക് ഭാഗം പൂർണ്ണമായിട്ട് കിട്ടിയത്. പിന്നെ കാറ്റ്സ്റിൻ എന്ന് പറഞ്ഞ ഗോലാൻ കുന്നിലെ സ്ഥലം കേന്ദ്രമാക്കിയിട്ട് ഗോലാൻ റീജിയണൽ കൗൺസിൽ ഇസ്രായേൽ ഓൾറെഡി രൂപീകരിച്ച് ഭരണം നടത്തുന്നുണ്ട് ഗോലാൻ കുന്നില്. അതില് 7600 ജൂതന്മാരുടെ ജനസംഖ്യ അവിടെ. അതിപ്പോ 32 ജൂത സെറ്റിൽമെന്റുകളുണ്ട് ഗോലാൻ കുന്നുകളിൽ. 25,000 ജൂതന്മാർ ഇപ്പൊ അവിടെ പാർക്കുന്നുണ്ട്. അത്രയും പേരെ കൊണ്ടുപോയി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ആളുകളെ കൂടി ചെയ്യും. അത് ഇരട്ടിയാക്കാനാണ് പദ്ധതി. 50,000 പേരെ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യിക്കാനുള്ള പദ്ധതി നേരത്തെ ഉള്ളതാണ്. അതിന് ഇതും കൂടി പിടിച്ചാലല്ലേ പറ്റുള്ളൂ. എന്നിട്ട് ഈ മേഖലയ്ക്ക് ഡൊണാൾഡ് ട്രംപിന്റെ പേര് കൊടുക്കാനാണ് പദ്ധതി. അത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. ട്രംപിന്റെ പേര് ഒരു കാലത്തും ആരും അവിടെ മാന്താൻ വരില്ല. കാരണം ട്രംപിന് വലിയ സ്നേഹമായിരിക്കുമല്ലോ ട്രംപിന്റെ പേരിൽ ആ മേഖല അറിയപ്പെടും. ഇസ്രയേലിന് 15% കുടിനീർ ഈ ഗോലാൻ ഹൈറ്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. എന്താന്ന് വെച്ചാൽ യോർദാൻ നദി ആ ഭാഗത്തുണ്ട്. ഈ എണ്ണയുണ്ട് അവിടെ, വലിയ എണ്ണ നിക്ഷേപമുണ്ട്. ഇസ്രയേലിന്റെ ആവശ്യത്തിന് മുഴുവനുള്ള എണ്ണ നിക്ഷേപമുള്ള സ്ഥലമാണ് ഗോലാൻ കുന്നുകൾ. അതില് ഇസ്രയേൽ നാഷണൽ ഓയിൽ കമ്പനിക്ക് ഡ്രില്ലിങ്ങിന് ആദ്യഘട്ടത്തിൽ അനുവാദം കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പോ ന്യൂ ജേഴ്സിയിലെ ജെനി എനർജി ലിമിറ്റഡിനാണ് ഡ്രില്ലിങ്ങിന് അനുവാദം കൊടുത്തിരിക്കുന്നത്. അതും അമേരിക്കൻ കമ്പനിയാണ് അവിടെ ഡ്രില്ലിങ് നടത്തുന്നത്. അപ്പൊ എണ്ണ പര്യവേഷണം ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഗോലാൻ ഹൈറ്റ്സ് ആവശ്യമുണ്ട്, കുടിനീരും എണ്ണയും.
അപ്പോൾ ഇത് രസകരമായ കാര്യം, ഒരാളുടെ ആക്ഷേപം ഉണ്ടായില്ല, ഒരു തുള്ളി ചോര വീണില്ല, ഒരു വെടി പോലും പൊട്ടിക്കേണ്ടി വന്നില്ല. കാലങ്ങളായുള്ള സ്വപ്നം വെറുതെ അങ്ങ് പോയി പൂ പറിക്കുന്ന പോലെ പറിച്ചെടുക്കാൻ പറ്റും. അതെ, കാരണം ഗോലാൻ ഹൈറ്റ്സിൽ ഇസ്രയേൽ ഉണ്ടായിരുന്നു. കുറച്ച് ഭാഗം നിങ്ങൾ സിറിയയിലേക്ക് ഇനി കയറി പോകരുത്, പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് രാജ്യാന്തര ശക്തികളെല്ലാം കൂടി ബഫർ സോണാക്കിയിരുന്നു, ഡീമിലിറ്ററൈസ്ഡ്. അവിടെ സേന ഇല്ല എന്ന് പറയുന്ന സ്ഥലം അതും കൂടി പിടിച്ചു. ഗോലാൻ മൊത്തത്തിൽ ഇനി വേണം ബഫർ സോൺ അത് കഴിഞ്ഞുണ്ടാക്കും. അതാ വേറെ പ്രവിശ്യമൊക്കെ ഉണ്ടല്ലോ, അവിടെ കയറും തന്നെയാണ് ഞാൻ കരുതുന്നത്. തൊട്ടടുത്തുള്ള പ്രവിശ്യം കൂടി, അതും ഗോലാന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ മതിയാണ്. അതെ അതെ അതെ. ഏതായാലും ഇസ്രായേലിന് ലോട്ടറി അടിച്ചു, ഗംഭീര ലോട്ടറി ആയിരുന്നു, ബമ്പർ എന്ന് പറയുന്ന സംഭവമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.